ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് ഈ വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് കിടന്നങ്ങ് കുറെ പേരങ്ങ് മെഴുകുകയാണ്. എനിക്ക് അവരോടാണ് ഒറ്റ കാര്യം ചോദിക്കാനും പറയാനുമുള്ള, വേറൊന്നുമല്ല. നാളെ ആരെങ്കിലും തുണിയില്ലാതെ നടറോടി കൂടി നടന്നു പോയിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയണം അതെൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, വസ്ത്രം ഇല്ലാതെ നടക്കാനുള്ള എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങളുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല കേട്ടോ, സീരിയസ്ലി. ഓക്കെ, ഈ തുണിയുടെ അളവ് കുറഞ്ഞ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ചിലപ്പോൾ നമ്മൾ സുപ്രഭാതത്തിൽ കണ്ണൂർന്ന് നോക്കുമ്പോൾ ഇതെന്താ തുണിയില്ലാതെ പോണ് എന്ന് നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരും. തലമുറ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുരോഗമന ചിന്താഗതിയുടെ ആ ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. നമ്മുടെ 90s ആ ഒരു മൈൻഡ് സെറ്റിൽ വരത്തില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അമ്മാവനായി, അതുലമ്മാവൻ. നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വേണം വിളിക്കാൻ കേട്ടോ, അതുലമ്മാവനായി ഉടനെ ആ ഒരു മൂഡിലോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ എന്ത് അപരാധത്തിനോ കാണിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ലിസ്റ്റിൽ കയറ്റി അങ്ങോട്ട് വിടും. അതോടെ നമ്മൾക്ക് പിന്നെ വാറക്കാൻ പറ്റൂലേ. പുരോഗമന ചിന്താഗതിയായി അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി, പിന്നെ നമുക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ് വസ്ത്രം എന്ന് ഇടുന്നതൊക്കെ. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ നമ്മളവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ വസ്ത്രം എങ്ങനെ ധരിക്കണം, ഏത് രീതിയിൽ ധരിക്കണം എന്ന് സ്വയമേ നമുക്കൊരു തോന്നൽ വേണം, ഉള്ളിലൊരു ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ബീച്ചിൽ പോയിട്ട് നമുക്ക് സാരി എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല, അവിടെ ബിക്കിനി ഇട്ടോണ്ടിരിക്കുന്നവർ ബിക്കിനി ഇട്ടോണ്ടിരിക്കും, അതിനൊന്നും ഞാൻ കുറ്റവും പറയത്തില്ല. ഓക്കെ, പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാനുള്ളൊരു സാമാന്യ ബോധം കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും റീച്ചിന് വേണ്ടിയിട്ടും സ്വന്തം മാനവും ശരീരവും കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസും ഇട്ട് അതിനെ കച്ചവട ചരക്കാക്കി മാറ്റുന്നവളുമാരെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഈ മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ ഇതിലൊക്കെ വന്നിട്ട് കട്ടിക്കലുടെ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്വന്തം മാനം വിറ്റ് കാണിക്കുന്ന പരിപാടിയില്ല, ആ പരിപാടിയെ ഞാൻ അംഗീകരിക്കത്തില്ല. ഓക്കെ, അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വസ്ത്ര സ്വാതന്ത്ര്യം എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഏവളെങ്കിലും വന്നിട്ട് നടറോടെ ഒന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. അല്ല, അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇനി വാദിക്കാനില്ല. നിങ്ങൾ കാട്ടുകഴിവേറികളെന്ന് ഞാൻ പറയേണ്ടി വരും, പറഞ്ഞും പോകും. ഓക്കെ, ഞാൻ എന്തായാലും ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹനാനുമായി റിലേറ്റ് ചെയ്തിട്ട്. അതിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഭൂരിപക്ഷം കമൻസും ഉള്ളത്. എന്നാൽ എവിടെയൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നവരടുത്താണ് എനിക്കിത് പറയാനുള്ളത്. വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്, പക്ഷെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ലേ? അതാണ് ചോദിക്കാനുള്ള, വേറെ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല. അപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ആ ഷോ തമ്മിൽ എന്ന് പറയുന്ന ഷോയിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ കൊടുക്കാം. ഹനാന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഹനാനൊക്കെ എവിടെ കിടന്ന് ഇപ്പം എവിടെ കിടക്കണം? ഇവിടെയൊക്കെ പൊക്കി വിട്ട് നാട്ടുകാരെ മടൽ വെട്ടി അടിക്കണം, സീരിയസ്ലി. കാരണം കുറച്ചൊക്കെ ഒന്ന് റീച്ചും കാശും ഒക്കെ കയറുമ്പോൾ അഹങ്കാരം, അഹംഭാവം ഇതൊക്കെ കയറും. അപ്പോഴേ ഡ്രസ്സിന്റെ അളവും കുറയും, സ്വാഭാവികം. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ഷോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. ഡ്രസ് ഇട്ട് നടക്കുമ്പോ, ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആകർഷിക്കുന്നത് മാത്രമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല, ശരി, കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? എടാ, ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടാ. ഇതിപ്പോ ഈ സാധനമൊക്കെ എടുത്ത് കാണിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞാണ്, ഈ സദാചാര ഓളികളായിട്ടുള്ള എല്ലാ എണ്ണത്തിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ചില കഴിപ്പണം കേട്ട കഴിവേറികളുണ്ട്. ഇപ്പൊ ഞാനും പുറത്തൊക്കെ പോകുന്ന സമയത്ത് കപ്പിൾസൊക്കെ ഒന്നിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോയിട്ടില്ല. എന്നാൽ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കാണിക്കാൻ പാടില്ലാത്തത് നേരിട്ട് കണ്ടിട്ട് അവിടെ പോയി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ചില സദാചാര ഒളികൾക്ക് കടി കൂടുതലായിരിക്കും. ചുമ്മാ എന്തെങ്കിലും കുത്തിത്തിരിപ്പും കഴപ്പ് പരിപാടി ഉണ്ടാക്കി അൽക്കുലത്ത് പരിപാടികൾ കാണിക്കുന്ന സദാചാര ഓളികളുണ്ട്. ഓക്കെ, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മറ്റേ എന്ത് തോന്നിയാസം കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല.
ഇതിപ്പോൾ ഈ ന്യൂസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ പെണ്ണ് ഒരു വണ്ടിക്കകത്ത് ഒരു പയ്യനും പെണ്ണും കൂടി ഇരിക്കുന്ന കണ്ടിട്ട് ഇവൾ അവിടെ പോയി പ്രതികരിച്ചാണ്. എന്തായാലും അവനെന്തോ ഡ്രൈവിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ക്ഷീണം വന്നപ്പോൾ വണ്ടി ഒതുക്കിയിട്ടിരുന്നതാണ്. അങ്ങനെ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടോ എന്തോ ഇരുന്നതാണ്. അവർ ഭാര്യ ഭർത്താക്കരാണ്, ഫാമിലിയാണ് അവർ. അപ്പോൾ അങ്ങനെ അവർ റെസ്റ്റ് എടുത്തപ്പോഴേ അതിൻ്റെ അകത്ത് എന്തോ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ കിടന്ന് ഈ പെണ്ണ് കിടന്ന് അലക്കുന്നതാണ് ഒരു കാര്യമില്ലാണ്ട്. അവൾ ഏറിപ്പോയി, അടിച്ച് കയറി അന്ന് ഏറിപ്പോയി. ഞാൻ അന്ന് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ ആവശ്യമില്ലാതെ കയറി ഇടപെടുന്ന സദാചാര വോളികളുണ്ട് ഇവളുമാരെ പോലെ. അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കേസിലാണ് ഞാൻ സംസാരിച്ചത്. എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഓക്കെ, ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന അതെ അതെ, അമ്മച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം. നാളെ ജെട്ടിയിട്ടുണ്ട് റോട്ടിൽ കൂടി പോയാലും അമ്മച്ചി വിളിച്ചിട്ട് സൂപ്പർ, അത് അവർക്ക് ആത്മവിശ്വാസമുള്ള ഡ്രസ്സല്ലേ അവൾ ഇട്ടുകൊണ്ട് പോയത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും അമ്മച്ചി. അത് ജർമ്മൻ ചിന്താഗതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവേണ. ഇത് കേരള, ഇവിടെ കുറച്ച് അടക്കോ ഒതുക്കമൊക്കെ വരുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ ഡ്രസ്സ് ഇടല്ലെന്നോ മോഡേൺ ഡ്രസ്സ് നിരോധിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ഇടുന്നത് മാന്യമായിട്ട് ഇട്ടുകൊണ്ട് പോകണം. കാണിക്കാൻ പാടില്ലാത്തതിനൊക്കെ മറച്ചു വയ്ക്കണം. അല്ലാതെ ആ പോക്കും പൊക്കി പിടിച്ചോണ്ടുള്ള പോക്കും ഞാൻ കൂടുതലൊന്നും പറയില്ല. ആ രീതിയിൽ പോകുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ച് പറയണേ. ഞാൻ ഉള്ള കാര്യം പറയില്ല, എനിക്ക് വായി തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും. സീരിയസ്ലി എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് അതെൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം, എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത് വെറും കഴിപ്പണം കണ്ട പരിപാടിയാണ്. ആ ഏർപ്പാടേ ശരിയില്ല, വ്യക്തിപരമായ കൊണ. ആദ്യം ആ സാറ് പറഞ്ഞു ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അതിലൊരു ഉറപ്പുമില്ല എൻ്റെ പൊന്നു പെങ്ങളെ. എങ്കിലും ഞാൻ പറഞ്ഞു തരാം, ഞാനൊരാണാണ്. ഞാൻ സ്ത്രീകളെ നോക്കുന്ന സമയത്ത് ഈ മാന്യമായിട്ട് അത്യാവശ്യം ചുരിദാർ, ഈ പറഞ്ഞ ചുരിദാറോ സാരിയോ കൊടുത്തു പോകുന്ന സമയത്ത്, സാരി എക്സ്പോസീവ് അല്ലാണ്ടൊക്കെ മാന്യമായിട്ട് ഉടുത്തോണ്ട് പോകുന്ന പെൺപിള്ളേരെ കാണുമ്പോൾ എന്ത് ഭംഗി എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അല്ലാതെ കുറച്ച് എക്സ്പോസീവായിട്ട് അതും ഇതുമായിട്ടൊക്കെ പോകുന്നതിനെ കാണുന്നത് ഞാൻ തന്നെ എടീ അതങ്ങനെയാണ്. ഞാനൊരാണാണ്, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ മറച്ചു പിടിച്ചിട്ട് ഇവിടെ ഞാൻ നന്മവരം കളിക്കും, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മളും നോക്കും, കൊള്ളല്ലേ ഈ ഒരു സാധനം വരൂടെ, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, ഇത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ മറ്റേ പീഡനങ്ങളും അതും ഇതിലൊക്കെ ആയിട്ട് ഉള്ള സാധനം കുട്ടികളിലടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഡ്രസ്സിങ് ആണോ? അല്ല. ഇതിപ്പോൾ തന്തയില്ലാത്തമ്മഴും കഴിപ്പണം കെട്ടവന്മാരൊക്കെ ഉണ്ട്. അവന്മാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിനിപ്പോൾ പർദ്ദയിട്ട് അടക്കാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമുക്ക് സ്വയമേ തോന്നി മാന്യമായിട്ടുള്ള ഡ്രസ്സ് പബ്ലിക്കിൽ പോകുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോകണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നാളെ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ജെട്ടിയിട്ടുണ്ട് റോഡിൽ കൂടി പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഒന്നൊന്നര സ്വാതന്ത്ര്യമായി പോയെന്നേ പറയത്തുള്ളൂ. പിന്നെ ആമ്പിള്ളേർ കാണുമ്പോൾ നോക്കും, കുറച്ച് എക്സ്പോസീവായിട്ടും ശരീരഭാഗങ്ങളൊക്കെ വടിവുത്ത രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആമ്പിള്ളേർ നോക്കും. ചില ഉദ്ഘാടന റാണികൾ വന്നിട്ട് പേടടക്കം വെച്ചുകൊണ്ട് തള്ളിപ്പിടിച്ചുകൊണ്ട് വരുന്ന ചരിത്രങ്ങളുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിൽ നോക്കും. ആണുങ്ങളല്ലെങ്കിൽ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതാണ് ഫ്രണ്ടും ബാക്കും. ഇത് രണ്ടും പ്രൊജക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ നോക്കും. ഓക്കെ, അതെല്ലാവരും നോക്കുന്നത് മറ്റേ കയറി പീഡിപ്പിക്കാനായിട്ടൊന്നും അല്ല, വാറ്റും, ഒരളപ്പളക്കും. ഓക്കെ, അത് സ്വാഭാവികമാണ്. അത് ആമ്പിള്ളേർക്ക് അറിയാം, ആമ്പിള്ളേരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് വെച്ചിട്ട് എല്ലാവരും കയറിപ്പിക്കാൻ അങ്ങോട്ട് പോകത്തില്ല. ഞാൻ നോക്കും, വായി നോക്കും, അളപ്പൊക്കെ അളക്കുമെങ്കിലും ഞാൻ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് കൊടുത്തില്ല. അത് നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ ഒരു തന്തയ്ക്ക് പറഞ്ഞ ഗുണം. ഈ തന്തയ്ക്ക് പറഞ്ഞ ഗുണം ഇല്ലാത്തവന്മാർ അത് ഡ്രസ്സ് ഏതാണെന്ന് അതൊന്നും അവന്മാർക്ക് വിഷയമില്ല. പിന്നെ കൊച്ചെന്നോ ചെറുതെന്നോ വലുതെന്നോ ഒന്നും വിഷയമില്ല. ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ചെയ്യേണ്ട പരിപാടി ചെയ്യേണ്ട സ്ഥലത്ത് അവന്മാർ ചെയ്യും. അതുകൊണ്ട് അത് ഡ്രസ്സിങ്ങിൻ്റെ പേരിലാണ് എന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ അത് കണ്ടിട്ടും ചിലവരൊക്കെ നോക്കാറുണ്ട്, ഇവളെ ചിലപ്പോൾ റൂട്ട് ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ തോന്നും. ഒരു പെണ്ണിൻ്റെ ഡ്രസ്സിങ് കാണുമ്പോൾ കുറച്ച് എക്സ്പോസീവായിട്ടും കുറച്ച് അവൾ ഒന്ന് കുറച്ച് കലക്കനായിട്ട് നിന്ന് കഴിഞ്ഞാൽ
ഒരു ശരാശരി ആമ്പിള്ളാർ ചിലപ്പം വിചാരിക്കും ഇവിടെ വന്ന് റൂട്ട് ചെയ്താൽ കിട്ടും, വിചാരിച്ചിരിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാണുമ്പോൾ തോന്നും ഇവിടെ കുറച്ച് ഇതാണ്, പച്ചപ്പച്ചൊക്കെ. അത് ആമ്പിള്ളേർ പൂർണ്ണമായിട്ട് തെറ്റ് പറയാൻ പറ്റത്തില്ല. ചില ഡ്രസ്സിങ്ങൊക്കെ കാണുമ്പോൾ തോന്നിപ്പോടെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ഡ്രസ്സിനെ വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് പോലെ ആയിരിക്കത്തില്ല അവരുടെ ക്യാരക്ടർ, പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ തോന്നിപ്പോകും ഇവിടെ ചിലപ്പോൾ റൂട്ട് ചെയ്താൽ കിട്ടും. ഈ ഒരു സാധനം ഉള്ളിൽ നിന്ന് തോന്നും, അത് സ്വാഭാവികമാണ്, അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ദേഹത്തോട്ട് ചരിത്രമില്ല, തൊടത്തുമില്ല, അത് വേറൊരു സത്യം. ഓക്കെ, അങ്ങനെ കൺസെൻറ്റ് ഇല്ലാതെ തൊടുന്നവന്മാർ തന്തയ്ക്ക് ഉറക്കാത്തവന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഈ തൊടുന്നതും തമ്മിൽ എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ തോന്നാറുണ്ട്, ഇവിടെ ഡ്രസ്സിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട് ഇവിടെ റൂട്ട് ചെയ്താൽ കിട്ടുമായിരിക്കും, ഇവിടെ തോന്നാറുണ്ട്. അത് മനസ്സിലാക്കുക. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞുതരാം, ഓപ്പണായിട്ട്. ഞാനൊരാണാണ്, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സാധനം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കിതിൻ്റെ അപ്പുറം ഇനി പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോ എടുത്താൽ മതി അറിയും യൂട്യൂബുകാർ. സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ പറഞ്ഞു ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കാട്ടി അത് അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾ ജഡ്ജ് ചെയ്തോ, നിങ്ങൾ അന്വേഷിച്ചോ, നമ്മളും ജഡ്ജ് ചെയ്യും, നമ്മളും അന്വേഷിക്കും. ഇനിയിപ്പോ എന്താ എന്ത് ഇവിടെ ഞാൻ ഈ പറയുന്നത് അതൊന്നുമല്ല. നിങ്ങളെ ഡ്രസ്സ്, നിങ്ങളെ ഇഷ്ടം, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം. നാളെ ജെട്ടിയിട്ടുണ്ടാണെങ്കിൽ റോഡിൽ പോ, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായി? എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ? ഓക്കെ, നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തോ അടുക്കളയ്ക്ക് അകത്തോ കയറുമെന്ന് നമ്മൾ ആരും അഭിപ്രായം പറയുന്നില്ല. പൊതു സമൂഹത്തിൽ കാണുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാൻ പറയും, അമ്മച്ചിയാണെ പറയും. അപ്പോൾ ചോദിക്കും ആണുങ്ങൾ ഷർട്ടിടാതെ നടക്കുന്നില്ലെന്ന്. ആണുങ്ങൾ ഷർട്ടിടാതെ നടക്കുന്ന അത് സാധാരണ ആ ഒരു രീതിയാണ്. അത് ഇനിയിപ്പോൾ അതുപോലെ പെമ്പിള്ളേർക്ക് ഷർട്ടിടാതെ നടക്കാൻ പറ്റും? ഇല്ല, അതൊരു രീതിയാണ്. അപ്പോൾ മറച്ചു വെക്കേണ്ട സാധനങ്ങൾ മറച്ചു തന്നെ വെക്കണം. അതെടുത്ത് കാണിച്ചിട്ട് അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. സീരിയസ്ലി, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, റിപ്പീറ്റ്ലി അത് വീണ്ടും പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ഈ പെൺപിള്ളേർ കൊണ്ട് എത്തിക്കുന്നു. ഇതിപ്പോഴത്തെ കിഡ്സിൻ്റെ സ്വഭാവങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. മാറുമറയ്ക്കാൻ അവകാശമില്ലാതെ കിടന്ന സമയത്ത് പണ്ട് നമ്മുടെ പൂർവികർ സമരം ചെയ്ത് സ്വന്തം മാറ് വരെ അർത്ഥെറിഞ്ഞ് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. ഇന്ന് ഈ പിമ്പിള്ളാർ കിടന്നിട്ട് എൻ്റെ സ്വാതന്ത്ര്യമാണ് വസ്ത്ര സ്വാതന്ത്ര്യം, എനിക്ക് തോന്നാനായിട്ട് ഞാൻ ചിലപ്പോൾ ഇടൂല ഈ ഒരു കാര്യത്തിലോട്ട് കിടന്ന് വിളിക്കുന്നത്. എനിക്കറിയത്തില്ല ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്ത് ഇങ്ങനെ ആയിപ്പോയിരുന്നു. അറിയില്ല, പിള്ളേർ എന്തൊക്കെയോ പറയുന്നു. ഇതിനകത്ത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഞാൻ ഈ 2 ബോയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവന്മാർക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടോ, ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാലോ ഇവന്മാർ എന്നെ വേറെ കണ്ണിൽ നോക്കത്തില്ല. എല്ലാ ആണുങ്ങളും ഒരുപോലാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാ അയ്യോ അവള് അങ്ങനെ ഡ്രസ്സ് ഇട്ടു, അപ്പൊ അവൾ ഇങ്ങനെയാണ്, അവള് പന്ന പെണ്ണാണ്. അങ്ങനെ അമ്മമ്മ നേരത്തെ പറഞ്ഞത് ഇതിന്റെ മണ്ടക്കോട്ട് മുട്ടിന് മണ്ടക്കോട്ട് കേറിക്കൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് വരാഞ്ഞത് ഇവന്മാരും ഒന്നും ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഈ പെൺകൊച്ചിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും കണ്ടിട്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ മോഡേൺ ഡ്രസ്സ്, നല്ല ഡ്രസ്സാണ്. ജീൻസ് ടോപ്പൊക്കെ ഇടണം, അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ട്. അതല്ലടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരാധികൾ ചിലെണ്ണം ഇവിടെ സബ്സ്ക്രിപ്ഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞു നടന്ന് കാണിക്കാൻ പാടില്ലാത്തൊക്കെ പിടിച്ചിട്ട് കാണിക്കുന്ന കുറേ ഡ്രസ്സുകളുണ്ടല്ലോ ഇവിടെ. അതാണ് ഞാൻ പറയുന്നത്. അതാണ് അപരാധം. അല്ലാണ്ട് ജീൻസും ടോപ്പൊക്കെ നല്ല ഭംഗിയാവും പിള്ളേർക്ക്. നല്ല പാൻറ്റൊക്കെ ഇട്ട്, നല്ല ജീൻസ് പാൻറ്റൊക്കെ ഇട്ട്, നല്ല ടോപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുന്ന നല്ല രസമല്ലേ കാണാൻ. അതൊരുമാതിരി അതിനെ അൽക്കുലത്തായിട്ട് പറയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചില എണ്ണമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളെ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് നടക്കും. അതിനെയൊക്കെയാണ് പറഞ്ഞത് ഞാൻ.
അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ റൂട്ട് ചെയ്ത് കിട്ടും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ്. അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. നമുക്ക് തോന്നും, ഞാനൊരു വിഷയം പറയുമ്പോൾ എല്ലാ സൈഡും പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഇത് ചിലപ്പോൾ റൂട്ട് ചെയ്താൽ കിട്ടും എന്ന് തോന്നിപ്പോവും. ചില എണ്ണത്തിൻ്റെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ ജഡ്ജ് ചെയ്യലോ, ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എൻ്റെ മനസ്സിലും തോന്നും, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. ഇതുപോലെ പല ആണുങ്ങളുടെ മനസ്സിലും തോന്നും. ചിലവന്മാർ വളയ്ക്കാൻ ശ്രമിക്കും, നമ്മൾ ചുമ്മാ കണ്ട് അപ്പോഴങ്ങ് വിടും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറയണത് ഞാൻ നല്ലവനല്ലെന്ന്. ഓക്കെ, ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന ഡ്രസ്സുകൾ ഇടണം. അതാണ് അവർക്ക് ഇവിടെ ആദ്യം ആ സാറ് പറഞ്ഞു ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രമേ ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ പറഞ്ഞു ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ ആണുങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ ആ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കുക. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നത് കാട്ടി അത് അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാറേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചുരിദാറും പർദ്ദയിട്ടാൽ റേപ്പ് അറ്റംപ്റ്റ് കുറയുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രമാണ്, ഓൺലി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നല്ല. ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് ഇട്ടാൽ ആക്സിഡന്റ് കുറയും നമ്മൾ പറയും. അതിനർത്ഥം ഹെൽമെറ്റ് ഇട്ട് എല്ലാവരും പോയാൽ തീരെ ആക്സിഡന്റ് മരണം ഉണ്ടാവുന്നല്ല, ഒന്നാമത്തെ പോയിന്റ്. അഥവാ അത് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് മാത്രം. ഒപ്പം തന്നെ അവിടെ സ്ത്രീ നെയ്ക്കഡായി നടന്നാൽ പോലും പുരുഷൻ റേപ്പ് ചെയ്യുന്നെങ്കിൽ പുരുഷൻ തെറ്റുകാരൻ തന്നെയാണ്, ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അട്രാക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, ആർക്ക പ്രശ്നം? മനസ്സിലായി. സ്ത്രീകൾ നോക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ പറയുന്ന വെച്ചാൽ സ്ത്രീകളെ പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ സിറ്റുവേഷനിൽ സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം പുരുഷനെ തുറച്ചുനോട്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ ആസ്വാദികരമായ രീതിയിൽ സ്ത്രീകളെ കൊണ്ട് വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഞങ്ങളൊരു മിക്സ്ഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. ഇതിനകത്ത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഞാൻ ഈ രണ്ട് ബോയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവന്മാർക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടോ, ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാലോ ഇവന്മാർ എന്നെ വേറെ കണ്ണിൽ നോക്കത്തില്ല. എല്ലാ ആണുങ്ങളും ഒരുപോലാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാ അയ്യോ അവള് അങ്ങനെ ഡ്രസ്സ് ഇട്ടു, അപ്പൊ അവള് ഇങ്ങനെയാണ്, അവള് പന്ന പെണ്ണാണ്. അല്ല ഞാൻ കഴിച്ചോട്ടെ, അങ്ങനെ അമ്മമ്മ നേരത്തെ പറഞ്ഞത് ഇതിന്റെ മണ്ണിക്കോട്ട് മുട്ടിന് മണ്ണിക്കോട്ട് കേറിക്കൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് വരാഞ്ഞത് ഇവന്മാരും ഒന്നും ചെയ്യാൻ. അതുപോലെ തന്നെ ബസ്സിൽ എല്ലാ ആണുങ്ങളും ഒരിക്കലും ഒരുപോലെയൊന്നും അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊടത്തില്ല എന്ന് വെച്ചിട്ട് എല്ലാ ആണുങ്ങളും അങ്ങനെയാണോ? അല്ല. ഓക്കെ, കൺസെന്റ് ഇല്ലാതെ തൊടുന്നതിനാണ് പീഡനം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഒരിക്കലും എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഡ്രസ്സിങ്ങിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് സ്വയം ഒരു ഉളുപ്പ് വേണം പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ. അല്ലാണ്ട് മറ്റവൻ എന്നെ അത് ചെയ്യുമോ, മറ്റവൻ എന്നെ ഇത് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് നമ്മളെ ഡ്രസ്സിങ്. ഓക്കെ, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അത്യാവശ്യം മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെച്ച് നടക്കുക. മോഡേൺ ഡ്രസ്സ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം, നല്ല ജീൻസ് ടോപ്പൊക്കെ ഇടണം. എന്ത് കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞിട്ട് സാരി ഉടുക്കുന്ന ചില അപരാധികൾ സാരി ഉടുക്കുന്നത് മറ്റേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാരി ഉടുത്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന കുറേയോളമാരുണ്ട്.
എടുത്തെടുത്ത് ഇടയ്ക്ക് ഇങ്ങോട്ട് വയറ് കാണിക്കും, വേറെ കാണിക്കും, മറ്റത് കാണിക്കും, ബാക്ക് പൊക്കി കാണിക്കും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് സാരി ഉടുത്തിട്ടും. ഓക്കെ, കൂടുതലും നടിമാരാണ് ആ പരിപാടി ചെയ്യുന്നത്. ഉദ്ഘാടനങ്ങൾക്ക് വന്നിട്ട് പലതും കെട്ടിവെച്ച് കൊണ്ടുവന്ന് കിടന്ന് കാണിക്കുന്ന ടീംസുണ്ട്. ഓക്കെ, അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് മര്യാദയ്ക്ക് മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെച്ച് നടക്കുക എന്നതാണ്. അല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മാന്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ പർദ്ദയിട്ടോണ്ട് നടക്കണമെന്നല്ല. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മറച്ചു വെക്കേണ്ടതിനടുത്ത് പൊക്കി കാണിച്ചിട്ട് പറയണം ഇതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് നടന്ന് നിലവിളിച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഹായ് വിമൽ, എന്താ ഉണ്ടായത്? ഞാൻ ആക്ച്വലി 2025 ഏറ്റവും കൂടുതൽ ഈ സദാചാരം എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നതും എല്ലാം എൻ്റെ പേരിലാണ്. അപ്പൊ എനിക്കെതിരെ ഒരു സദാചാര പോലീസിന്റെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് ആൾക്കാരിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അവരുടെ ഒരാളുടെ വീടിൻ്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാ? തൃക്കണ്ണമംഗൽ SKV സ്കൂളിന്റെ അവിടെ നീറ്റിസിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. അതെ, ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. നിങ്ങൾ പറയും അവള് കണ്ട കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദയൊന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവരെന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്കുക എവിടെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലോ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഓക്കെ, ഈ വിഷയം അന്ന് നമ്മൾ സംസാരിച്ചാണ് ആ നടന്ന സമയത്ത്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇവര് തെറ്റുകാരൊന്നും അല്ല. അവര് ഭാര്യയും ഭർത്താവാണ്. ഹോസ്പിറ്റലിൽ എന്തോ പോയിട്ട് വരുന്ന വഴിക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് റെസ്റ്റ് എടുത്തതാണ്. അതാ കേസ്. ഓക്കെ, അത് നമ്മൾ സംസാരിച്ചതാണ്. ഓക്കെ, എന്നാൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായ രീതിയിൽ ഓരോ സ്ഥലത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ സദാചാര ഒളികളാക്കുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിൽ, ഇടയ്ക്ക് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടാണ്, ഏതോ ഒരു സ്ഥലത്ത് മൊത്തം കോണ്ടോ, അവിടെ ആരും ഇല്ലാത്ത ഏതോ കാട്ടിൻ്റെ അകത്ത് ഏതോ ബിൽഡിങ്, അതിൻ്റെ അകത്ത് മൊത്തം കോണ്ടം. ഇതൊക്കെയാണ് അപ്പോൾ അവിടെ നടക്കുന്നത് പരിപാടികളാണ്. അതുപോലെ ട്രിവാൻഡ്രം കനകക്കുന്നിൽ നടക്കുന്ന അപരാധങ്ങൾ, ഓരോ കുടയും പിടിച്ച് ഓരോ കുടയ്ക്കകത്തിരുന്നും കൊണ്ട് കാണിക്കുന്ന പിടിയും വലികളും സാധനത്തിലേക്കിട്ട് അമുക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എത്ര എണ്ണം, എത്ര സ്ഥലങ്ങളിൽ. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പറയും അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, നമ്മളെ നെഞ്ചത്തിരിച്ചു കയറും. അപ്പം ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തികളും നടക്കുന്നുണ്ട്. എന്നാൽ വേറെ പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരുപാട് മോശം പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപരാധനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു നാട് കൂടി തന്നെയാണ് നമ്മുടെ കേരളം. ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് അപരാധം കാണിക്കാനുള്ള സ്വാതന്ത്ര്യമാക്കി ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കിടന്ന് ജയ് വിളിക്കാതിരിക്കുക. മാന്യവും മര്യാദയ്ക്കും വസ്ത്രം ധരിച്ച് മാന്യവും മര്യാദയ്ക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഈ സദാചാരം എന്ന് പറയുന്ന സാധനം ചില സ്ഥലങ്ങളിൽ ആവശ്യമില്ലാതെ ചിലവന്മാർ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചു കയറും. ഇപ്പം ഈ ലാസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ച കേസ് പോലെ ആ പെണ്ണൊക്കെ ചുമ്മാ ആവശ്യമില്ല പട്ടി ഷോ കാണിച്ചാണ്. കാര്യം അറിയാണ്ട് അവളെന്തോ അങ്ങ്
കണ്ടതുപോലെ എന്തോ കടന്ന് വിളിച്ച് ചുമ്മാ കാക്കുന്ന് കാണിച്ചതാണ്. ഓക്കെ, എന്നാൽ കാട്ടവരാതങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, പല കാറുകൾ ഒതുക്കിയിട്ട് പല പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാറ് കൊണ്ട് ഒതുക്കിയ സമയത്ത് അപ്പുറത്ത് നമ്മളെ കാണുന്നില്ല, നമ്മൾ ഒതുക്കിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു കാറിൻ്റെ അകത്ത് പരിപാടിയാണ് നടക്കുന്നത്. ഏത് പരിപാടി എന്നറിയാമ്പോൾ മറ്റേ പരിപാടി. ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. ഈ പരിപാടി നടക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കണ്ടുകൊണ്ടിരുന്നു ലൈവായിട്ട്. അതുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത പ്രവൃത്തികൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ആ കാറിൻ്റെ അകത്ത് ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് കുറച്ച് സ്കൂൾ കുട്ടികളോ എന്തെങ്കിലും അതുവഴി നടന്നു പോയെന്ന് വയ്ക്കുക, ട്യൂഷൻ കഴിഞ്ഞോ സ്കൂൾ കഴിഞ്ഞോ എന്തെങ്കിലും 2 കൊച്ചു പിള്ളേർ നടന്നു പോയി, അവർ ആ കാറിൻ്റെ അകത്ത് എത്തി നോക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ ആ പിള്ളേരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? ആ പിള്ളേർ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ചിന്തിക്കത്തില്ല. അപ്പോഴത്തെ തരിപ്പ് തീർക്കും. ഇങ്ങനെ തരിപ്പ് തീർക്കാനുള്ളതൊക്കെ വല്ലയിടത്തും പോയി റൂം ഓർഡർ ചെയ്യുന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആണ് നമ്മളിതൊക്കെ പറയുന്നത്. നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറയുമ്പോൾ സദാചാരം ഓളിയായി, മറ്റേതായി മറിച്ചതായി മാങ്ങയായി തൊലിയായി. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, ഒരുപാട് പറയാനുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനെല്ലാം വെട്ടി വീഴ്ത്തി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. സമയമില്ല. നിങ്ങളെന്തിനു ബോറടിപ്പിക്കുന്നത്? അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ കിട്ടണം.